പ്രതിപക്ഷ ആരോപണങ്ങൾക്കെതിരെ കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസിനും ബിജെപിക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് PR ഏജൻസികളാണ്. അവർ സൃഷ്ടിക്കുന്ന നുണകളാണ് പ്രതിപക്ഷം സർക്കാരിനെതിരെ പ്രചരിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം. PR ഏജൻസികളുടെ നുണപ്രചരണങ്ങൾ കോൺഗ്രസും ബിജെപിയും സർക്കാരിനെതിരായ ആയുധമാക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം. പ്രതിപക്ഷം നാടിന്റെ വികസനത്തെ പിന്നോട്ടടിക്കുകയാണ്. കേരയിൽ പദ്ധതിക്കെതിരായ പ്രതിപക്ഷ നിലപാട് ഇതിന്റെ ഉദാഹരണം. കാലത്തിനനുസരിച്ചുള്ള പുരോഗതി നാടിന് വേണമെന്നും വികസന പദ്ധതികളെ രാഷ്ട്രീയ കാരണങ്ങളാൽ എതിർക്കുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രി. അല്ല, നടപ്പാക്കാൻ കഴിഞ്ഞതിൽ തൃപ്തിയും നടപ്പാക്കാൻ കഴിയാത്തവ നടപ്പാക്കണം എന്നൊരു ആഗ്രഹമാണല്ലോ സാധാരണ ഉണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ നാടിനുള്ള ഒരു അത്യന്തം വേദനാജനകമായ അവസ്ഥ, നാടിൻ്റെ കാര്യത്തിന് എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നില്ല എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിനും ബിജെപിക്കും താൻ വിധേയപ്പെടുന്നുവെന്ന ആരോപണവും നുണപ്രചാരണത്തിന്റെ ഭാഗമാണ്. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ പേരിൽ വലിയ ഭീഷണികളും നേരിട്ടിട്ടുണ്ട്. വർഗീയതയോട് താൻ സമരസപ്പെടുമെന്ന് തന്റെ ജീവിതമറിയുന്ന ആർക്കും പറയാനാകില്ലെന്നും മുഖ്യമന്ത്രി. എല്ലാവർക്കും കാണാൻ കഴിയുന്നൊരു കാര്യം, വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി വർഗീയതയുടെ ഭാഗത്തുനിന്ന് ഏറ്റവും അങ്ങേയറ്റത്തുള്ള ഭീഷണി വരെ എൻ്റെ നേർക്ക് ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ അതൊന്നും കാര്യമാക്കാറില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഏതെങ്കിലും തരത്തിൽ വർഗീയതയുമായി സമരസപ്പെടുന്നൊരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല, ഒരു പാർട്ടി ശത്രുവിനും പറയാൻ കഴിയില്ല. ഇതാണ് എൻ്റെ ജീവിതം. തനിക്കെതിരായ ആക്രമണങ്ങൾ വ്യക്തിപരമായി വരുന്നതല്ല. വ്യക്തിയെ തകർക്കുന്നതിലൂടെ പാർട്ടിയെയും സർക്കാരിനെയും തകർക്കുകയാണ് ലക്ഷ്യം. ആക്രമണങ്ങളെ ഉൾച്ചിരിയോടെയാണ് നേരിടുന്നതെന്നും മുഖ്യമന്ത്രി. ഇത് ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായിട്ട് എടുക്കേണ്ട ഒരു പ്രശ്നമായിട്ട് കണ്ടിട്ടേ ഇല്ല. ഏത് കനത്ത ആക്രമണം വരുമ്പോഴും ഒരു ഉൾച്ചിരിയോടെ അതിനെ നേരിടാൻ കാണുക എന്നുള്ളതാണ് എനിക്ക് സാധിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും കേസിൽപ്പെട്ട A. പത്മകുമാറിനെ പാർട്ടി എല്ലാ ചുമതലയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.